1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് ആണ് എന്റെ കയ്യിലിരിക്കുന്ന നോയ്സ് ഫിറ്റ് പ്രൂ. 1499 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1949 രൂപയാണ്. പക്ഷേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് 1799 രൂപ. എന്നാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അവിടെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു നോയ്സ് ഫിറ്റ് പ്രൂ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ് ഞാൻ വീഡിയോയിൽ പൂർണ്ണമായിട്ടും അങ്ങോട്ട് പറയുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ നോയ്സ് ഫിറ്റ് പ്രൂ. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ വാച്ച് ഫ്രെയിം എന്ന് പറയുന്നത് പോളി കാർബണേറ്റ് ആണ്. എന്നാൽ പോലും മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്, അതിൽ വേറൊരു സംശയമില്ല. വലതുവശത്ത് ഒരു ക്രൗൺ ബട്ടണും അതുപോലെ തന്നെ നോർമൽ ബട്ടണും കാണാം. ക്രൗൺ ബട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ മെനു ആക്സസ് ചെയ്യാനും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പോർട്സ് മെനു അങ്ങോട്ട് ആക്സസ് ചെയ്യാനാണ്. ഇനി പിറകിൽ നോക്കുവാണെങ്കിൽ ചാർജിംഗ് പോയിന്റും അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും നോയ്സ് ഫിറ്റ് പ്രൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ സ്പീക്കർ ഉണ്ട്, അതുപോലെ തന്നെ മൈക്കും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ 22 mm ആണ് കേട്ടോ സ്ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ കിട്ടുന്ന സ്ട്രാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റൽ ബക്കിളൊന്നും അല്ല, പ്ലാസ്റ്റിക് ബക്കിളാണ് ഇതിന്റെ കൂടെ വരുന്നത്. എന്നാൽ പോലും ആ ഒരു സിലിക്കൺ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. അതിൽ വേറൊരു സംശയമില്ല. ആ ടെക്സ്ചർ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് പ്ലെയിൻ ടെക്സ്ചർ അല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ സ്ട്രാപ്പുകളാണെങ്കിൽ നമുക്ക് ലഭ്യമാകുക. എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രീൻ, പിങ്ക്, ഗ്രേ എന്നിങ്ങനെ 4 കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ബ്ലാക്ക് വാങ്ങിച്ചെങ്കിലും ഇപ്പോൾ എന്താ പറയുക, അയ്യോ എനിക്ക് ബ്ലൂ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളൊരു വിഷമം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 22 mm ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഏതൊരു കളേഴ്സിലാണെങ്കിലും അതെല്ലാം ഡിസൈനിലുള്ള സ്ട്രാപ്പും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. പിന്നെ റൗണ്ട് ആയതുകൊണ്ട് തന്നെ മിലാനീസ് മെറ്റൽ, അതല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇനി അതല്ല ലെതർ, കുറച്ച് ബെറ്റർ ലുക്ക് ആയിരിക്കും ഇതിൽ കാണുന്നുള്ളൊരു വേറെ ഒരു സംശയമില്ല. എന്തായാലും 22 mm ആയിക്കോട്ടെ, അതല്ല 20 ആയിക്കോട്ടെ, ഏതൊരു സൈസിലുള്ള സ്ട്രാപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റോർ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യൂ DeepZstore. അപ്പോൾ ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. നോയ്സിന്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. നോയ്സ്ഫിറ്റ് ആപ്പുമായിട്ട് സിങ്ക് ചെയ്താലേ നമുക്ക് ഈ ഒരു വാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പെയർ യുവർ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ ഞെക്കുമ്പോഴത്തേക്ക് ഉണ്ടോ നമ്മൾ വാച്ച് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നോയ്സ്ഫിറ്റ് പ്രൂ എന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് അങ്ങോട്ട് സ്കാൻ ചെയ്താൽ മതി. ദേ പെയർ വിത്ത് ദിസ് ഡിവൈസ്. ഞാൻ എസ് കൊടുത്തു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സ്റ്റാർട്ട് യൂസിങ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വാച്ച് ആപ്പുമായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ആപ്പ് സിങ്ക് ആകുമ്പോൾ തന്നെ മൊബൈൽ ഫോണിലെ സമയം കൊണ്ട് ഏറ്റവും തന്നെ ഇതിലോട്ട് അങ്ങോട്ട് വരുന്നതാണ്. 1.38 ഇഞ്ചിന്റെ TFT LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. എത്ര നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു സണി ഡേയ്സിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 100% ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വിസിബിൾ ആണ്. സോ ഒരു 500 നിറ്റ്സിന്റെ അകത്ത് ഉറപ്പായിട്ടുണ്ടെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ നമ്മൾ 500 നിറ്റ്സിൽ ഇടുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം 7 ദിവസം ബാറ്ററി ലൈഫ് കിട്ടുന്നത് ഉറപ്പായിട്ടും അത് 4ലേക്കോ 5ലേക്കോ പോകുന്നതിൽ വേറെ ഒരു സംശയമില്ല കേട്ടോ. പിന്നെ ഡിസ്പ്ലേ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ തിന്നർ ബെസൽസ് വിത്ത് 16% മോർ വ്യൂവിംഗ് ഏരിയ. അതായത് ഡിസ്പ്ലേ കുറച്ചുകൂടി വൈഡ് ആണ്. 16% മറ്റുള്ള ഇവരുടെ സ്മാർട്ട് വാച്ചിലാണോ ഇനി അതല്ല മറ്റുള്ള നോർമൽ വാച്ചുകളാണോ, എന്തായാലും ഒരു വാച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് ബെസൽസ് കുറവാണ് മറ്റുള്ള വാച്ചുകളെക്കാളും. പൊതുവെ ഈ ഒരു റൗണ്ട് ഡയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബെസൽസ് കൂടുതലായിരിക്കും. എന്താ പറയുക, ഈ ഒരു ഡയൽ നല്ല വലുതായിരിക്കും, പക്ഷേ ബെസൽസ് ആണ് അതിനകത്ത് കൂടുതലും. ഡിസ്പ്ലേ ചെറുതായിരിക്കും. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി ആ ഒരു ഇവിടെയും അത് തന്നെ പറയാനുള്ളത്. പക്ഷേ ബെസൽസ് ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ബെസൽസ് കുറവെന്നുള്ളൊരു ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ആ ഒരു വാച്ച് ഫേസ് എന്ന് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 3 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 4 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുവരാം ആപ്പ് വഴി. എന്തായാലും നോയ്സ്ഫിറ്റ് ആപ്പ് പരിചയപ്പെടുന്നപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. കൂടാതെ മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നത്. അതും ആപ്പിൽ പോയി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കത്തുള്ളൂ കേട്ടോ. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും അതുപോലെ തന്നെ ഫോണിന്റെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ വരുന്ന കോൾ എല്ലാം തന്നെ ഇതിലേക്ക് കണക്റ്റഡ് ആകുമെന്നാണ് അർത്ഥം. 70% ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ലെവലും കാണാം. കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്. ഒന്ന് സൈലന്റ് മോഡാണ്, രണ്ടാമത്തെ ബ്രൈറ്റ്നസ്, ഫൈൻഡ് മൈ ഫോൺ, ഡു നോട്ട് ഡിസ്റ്റർബ്, പവർ സേവിംഗ് മോഡ്, സെറ്റിംഗ്സ്. ഇനി
വലതുനിന്ന് ഇടത്തോട്ട് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് ഓക്സിജൻ, സ്ട്രെസ്, സ്ലീപ്പ്, പിന്നെ വിജറ്റ്സ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇടതുനിന്ന് വലത്തോട്ട് സ്ലൈഡ് ചെയ്യുവാണെങ്കിലും ആദ്യം വിജറ്റ് വരും, അതുപോലെ തന്നെ സ്ലീപ്പ്, സ്ട്രെസ്, ബ്ലഡ് ഓക്സിജൻ, ഹാർട്ട് റേറ്റ്. ഇനി നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ക്രൗണിൽ മുകളിൽ കാണുന്ന ക്രൗണിൽ അങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ കണ്ട ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോയ്സ് ഹെൽത്ത് ആണ്. അവിടെയാണ് ആക്ച്വലി ആക്ടിവിറ്റി, ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ്, ബ്രത്ത്, സ്ട്രെസ്, എന്തായാലും ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. കൂടാതെ നോയ്സ് ബസ്, ഇതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമുക്ക് കോൺടാക്ട്സ് ഇതിലേക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി കാണാം, അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്പർ അടിച്ചിട്ട് അങ്ങോട്ട് ഡയലും ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ക്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക്ഔട്ട്സ്, 100-ൽ പരം സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. തൽക്കാലത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മുടെ ആപ്പ് വഴി ഇങ്ങോട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ഇതിനകത്തില്ലെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ്. കൂടാതെ സ്പോർട്സ് റെക്കോർഡ് ഉണ്ട്, അതുപോലെ തന്നെ റിമൈൻഡേഴ്സ്, മ്യൂസിക്, വെതർ, കാൽക്കുലേറ്റർ, വാച്ച് ഫേസസ്, ഫ്ലാഷ് ലൈറ്റ്, സ്റ്റോക്സ്, സെറ്റിംഗ്സിലേക്ക് വരണമെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രൈറ്റ്നസ് ആണ്. ഇപ്പൊ ഞാൻ 100% ഇട്ടിരിക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു 20-40% ഇരുന്നാണ് നമ്മുടെ ബാറ്ററി ലൈഫിന് നല്ലത്. കൂടാതെ റിംഗ് ടോൺ വൈബ്രേഷൻ, നമുക്ക് വൈബ്രേഷനിൽ പോവുകയാണെങ്കിൽ അവിടെയും നമുക്ക് കണ്ട ഇന്റൻസിറ്റി കുറയ്ക്കാം. 3 ലെവലായിട്ടാണ്, അത് നിങ്ങളുടെ ഇഷ്ടം കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. കൂടാതെ സൈലന്റ് മോഡ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. അതുപോലെ തന്നെ റിസ്റ്റ് വൈക്ക് നമുക്ക് 24/7 വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം, അതല്ല ടേൺ ഓഫ് ചെയ്യാം. കൂടാതെ നമുക്ക് ഡ്യൂറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിസ്റ്റ് വൈക്കൊക്കെ ഇതിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, അതിൽ വേറൊരു സംശയമല്ല. കൂടാതെ ബ്രൈറ്റ് സ്ക്രീൻ ടൈം 5 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ നമുക്കുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് എപ്പോഴും ഇത് ഓൺ ആയി കിടക്കണമെങ്കിൽ ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ ഉള്ളൊരു വാച്ച് ആയിരുന്നു നിങ്ങൾക്ക് ആഗ്രഹം, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ബജറ്റ് ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഓൾവൈസ് ഓൺ ഡിസ്പ്ലേ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഓൾവൈസ് ബ്രൈറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് എപ്പോഴും കത്തി കിടക്കും. അവിടെയും പറയാനുള്ളത് ബാറ്ററി പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് തീരുമെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ മെനു സ്റ്റൈൽ നമുക്ക് ഗ്രിഡിലേക്കും ആക്കാം, അതല്ല ലിസ്റ്റിലേക്കും ആക്കാം. കൂടാതെ ഓട്ടോ സ്പോർട്സ് ഡിറ്റക്ഷൻ, നമ്മളിത് ഓൺ ആക്കി ഇടുവാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്താലും അത് അങ്ങോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് വാച്ച് ഓട്ടോമാറ്റിക്കലി. കൂടാതെ എബൌട്ട് കോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈസ് ഇൻഫോർമേഷൻ, QR കോഡ്, റീബൂട്ട്, പവർ ഓഫ്, റീസെറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു UIയിൽ കാണാൻ സാധിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്, അതുപോലെ തന്നെ ട്രൂ സിങ്ക് ടെക്നോളജി ഇതിലുണ്ട്. സോ നമ്മുടെ ഒരു കോളുകളും മൊബൈലിൽ വരുന്ന ഒരു കോളുകളും ഈ വാച്ചിൽ കണക്റ്റഡ് ആണെങ്കിൽ മിസ്സാവത്തില്ല, എല്ലാം തന്നെ ഈ ഒരു വാച്ചിലേക്ക് വരും. കൂടാതെ IP68 വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. IP68 എന്ന് നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് വാട്ടർ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം. പക്ഷേ എന്താ പറയാ, വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവസാനം പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത് വാച്ചിൽ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സൈലന്റ് ആക്കുവാണെങ്കിൽ ഇതുപോലെ റിങ് കേൾക്കത്തില്ല. ഇപ്പോൾ ഞാനിത് ജനറൽ ഇട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു റിങ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ മെനു അത് സൈലന്റ് ആക്കാം, അതുപോലെ തന്നെ കസ്റ്റം മെസ്സേജ് ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോൾ എടുക്കാം. കോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വോളിയം നമുക്ക് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാം. എന്നാൽ ഫോണിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. ഫോണിലേക്ക് സ്വിച്ച് ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ പോയിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ്ഫിറ്റ് ക്രൂവിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻടോണിനകത്ത്. ഞാൻ ആക്ച്വലി കയ്യിൽ നിന്നത് ക്യാമറ അടുത്ത് വെച്ചേക്കണേ. എന്നാൽ ഇപ്പൊ കണ്ടോ എന്റെ വായിന്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വാച്ച്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ല, പക്ഷെ ഒരു കോൾ വന്നപ്പോഴത്തേക്ക് വാച്ച് വഴി കോൾ എടുത്തു. കോൾ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാനിപ്പോ ഈ ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് അവർക്കും കേൾക്കാൻ പറ്റുക ഈ ഒരു ക്വാളിറ്റിയിൽ. ഇത് മദ്യം നിങ്ങൾക്ക് ആ ഒരു മൈക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതേ കണ്ടോ, വെയർ വാച്ച് പ്രോപ്പർലി ആൻഡ് ട്രൈ അഗൈൻ എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ബോർഡിൽ വെച്ചാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൺബോക്സ് ചെയ്ത ബോൾട്ട് സ്ട്രൈക്കർ പോലെ ആ ഒരു മെഷേഴ്സ് കാണിക്കത്തില്ല, നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലേ കാണിക്കത്തുള്ളൂ കേട്ടോ. ഇത് 73 വന്നു, 76, 75, 74, 73, 72, കുറഞ്ഞു വരുവാണല്ലോ. 73 ആയി, വീണ്ടും 74 ആയി. ഓക്കെ, മാക്സിമം 75, മിനിമം 75, ആവറേജും 75 ആണ് ഹാർട്ട് റേറ്റ് കാണിക്കുന്നത്. ഇനി അടുത്തത് SpO2 99, 98, 97, 90, മാക്സിമം 98%, മിനിമം 98% വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ട്രെസ് ആണ്.
ഇതിപ്പോൾ നമ്മുടെ സ്ട്രെസ് കാണിക്കുന്നത് മാക്സിമം 37, മിനിമം 37 നോർമൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. ഈ ഒരു വാല്യൂസ് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇതൊക്കെ അങ്ങോട്ട് കൺഫേം ചെയ്യുക. നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിൽ എന്തൊക്കെയാണ് ഈ ഒരു വാച്ച് വെച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലാണ് ആക്ച്വലി നമ്മുടെ ആക്ടിവിറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെയാണ് ഈ ഒരു ഹോം പേജിൽ കാണിക്കുന്നത്. കൂടാതെ ചലഞ്ചസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്ട്രാവ ആപ്പിലൊക്കെ കാണുന്ന പോലത്തുള്ള ചലഞ്ചസ് നമുക്ക് ഇവിടെയും കാണാം. അത് നമുക്ക് ജോയിൻ ചെയ്ത് ചലഞ്ച് ചെയ്യാം. കൂടാതെ നോയ്സ്ഫിറ്റ് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യാം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്റ്റുകൾ. കൂടാതെ മൈ ഡിവൈസസിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏറ്റവും മുകളിലായിട്ട് നോയ്സ്ഫിറ്റ് ക്രൂ എന്നും അതുപോലെ തന്നെ 65% ബാറ്ററി ലെവലുണ്ട്, കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും ആദ്യം കണ്ട നമ്മുടെ വാച്ച് ഫേസസ് ഇവിടെയാണ് ആക്ച്വലി നമ്മൾ 100ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ഡൗൺലോഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ഏതാണെങ്കിലും നിങ്ങൾക്ക് അതങ്ങോട്ട് എടുക്കാവുന്നതാണ്. കൂടാതെ ന്യൂലി ആഡഡ് ആയിട്ടുള്ളതും നമുക്ക് ഇവിടെ കാണാം. ആക്ച്വലി ഇത് 100 അല്ല കേട്ടോ, അതിന് മുകളിൽ നമുക്ക് വാച്ച് ഫേസസ് നമുക്കിവിടെ കാണാം. കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കണ്ട ക്രിയേറ്റ് നൗ അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഗാലറിയിൽ പോയിട്ട് ആ ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം അപ്ഡേറ്റ് വാച്ച് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മുടെ ഈ ഒരു വാച്ചിലേക്ക് വരിക. ഇനി നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. വാച്ചിൽ വരണമെങ്കിൽ ആപ്പിൽ വന്നിട്ട് അങ്ങോട്ട് ഇനേബിൾ ചെയ്യണം. ആപ്പ് നോട്ടിഫിക്കേഷൻസ് ആക്ച്വലി ഇവിടെ ഡിസേബിൾ ആയി കിടക്കുവാണ്. അത് നമ്മൾ വന്നിട്ട് ഇവിടെ ഇനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ SMS അലേർട്ട്സ് നമുക്ക് വേണമെങ്കിൽ അത് നമ്മൾ ഇനേബിൾ ചെയ്യുക. കൂടാതെ മൈ റിമൈൻഡേഴ്സ് വേണമെങ്കിൽ അതും നമ്മൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കോൾ അലേർട്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് കോൾ അലേർട്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഇത് രണ്ടും നമുക്ക് ഇനേബിൾ ചെയ്യാം. കൂടാതെ ഹെൽത്ത് മോണിറ്ററിലേക്ക് വരണമെങ്കിൽ ഹാർട്ട് റേറ്റ് നമുക്ക് 24 hours HR മോണിറ്റർ ഓൺ ആക്കണോ അതല്ല എന്ത് വേണമെങ്കിലും ഒക്കെ അതിൽ ചെയ്യാം. കൂടാതെ റാപ്പിഡ് ഐ മൂവ്മെന്റ്, ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, ഹാൻഡ് വാഷ്, ഐഡിൽ അലേർട്ട് ഇതൊക്കെ തന്നെ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നതാണ്. കൂടാതെ മൈ അലാംസ്, ഗൂഗിൾ ഫിറ്റ്, മൈ കോൺടാക്ട്സ് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 10 കോൺടാക്ട്സ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിൽ തന്നെ അത് കാണിക്കും. അത് നമുക്ക് എന്താ പറയുക ജസ്റ്റ് ടാപ്പ് ചെയ്ത് കോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ക്വിക്ക് റിപ്ലൈസ് നമ്മൾ കോൾ എടുത്ത സമയത്ത് കാണിച്ചല്ലോ ഒരു സംഭവം അത് കണ്ട ഇവിടെ ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ ടെക്സ്റ്റ്. എന്തായാലും 5 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഡിറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കൂടാതെ വെതർ സെറ്റിംഗ്സ് ഇവിടെ വന്ന് വെതർ ഓൺ ആക്കി ഇട്ടാൽ മാത്രമേ ഇവിടെ കണ്ട ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ഓൺ ആക്കി അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് വെതർ കാണിക്കുന്നതാണ്. കണ്ട 30°C കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഷെയർ മാർക്കറ്റിന്റെ ആ ഒരു സ്റ്റോക്ക് ഡേറ്റ അനാലിസിസ് നമുക്ക് ഇവിടെ ചെയ്യാം. അതുപോലെ തന്നെ വേൾഡ് ക്ലോക്ക് സെറ്റ് ചെയ്യാം, ഫൈൻഡ് മൈ ഫോൺ, ക്യാമറ ഷട്ടർ, കൂടാതെ സ്പോർട്സ് മോഡ് ഡിറ്റക്ഷൻ. ഇത് ആക്ച്വലി നമുക്ക് കണ്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വാച്ചിൽ ഇത്രയും മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു എന്താ പറയുക ആ ഒരു സ്പോർട്ട് മോഡില്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരെണ്ണം അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ഡിവൈസ് സെറ്റിംഗ്സിലേക്ക് വരണമെങ്കിൽ അവിടെ നമുക്ക് സിങ്ക് ടൈമും അതുപോലെ തന്നെ ടൈം ഫോർമാറ്റ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് അൺപെയർ ഡിവൈസും കാണാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു നോയ്സ്ഫിറ്റ് ആപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോയ്സ്ഫിറ്റ് ക്രൂവിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ശേർ ഉണ്ടായിരുന്നത്. ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. കൂടാതെ ആ ഒരു സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടും ഉണ്ട് കയ്യിൽ കെട്ടാനായിട്ടും. 1999 നമ്മളിത് വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും നോയ്സിന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് വേണം. കൂടാതെ റൗണ്ട് ഡയൽ വേണം, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയുള്ള സ്മാർട്ട് വാച്ച് വേണം. കൂടാതെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഏരിയ ഉള്ള ഒരു വാച്ച് വേണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു വാച്ച് വാങ്ങിക്കുന്നതിൽ തെറ്റില്ലാന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ കേട്ടോ. കൂടാതെ 1499 എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചുള്ളൂ, വലിയ പ്രശ്നം ഇല്ല. 1499 റൗണ്ട് ഡയൽ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജിയുള്ള സ്മാർട്ട് വാച്ച്, നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ഉറപ്പായിട്ടും കണ്ണും പൂട്ടി വാങ്ങിക്കാം, വേറെ ഒരു സംശയം ഇല്ലാണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.